ഇതെല്ലാം ഒന്ന് നല്ല ചട്ടിയെല്ലാം ഇതെല്ലാം നല്ലോണം ഒന്ന് അടിച്ച് വെച്ച് തക്കാളിയെല്ലാം ചട്ടിയിൽ അതിൻ്റെ തോലെല്ലാം മാറ്റിയെടുത്ത് തോലെല്ലാം മാറ്റി ചാടി ഇനി നമുക്കിത് ആക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ ഒരു നല്ല രസമാണ് തക്കാളി രസം ഇങ്ങനെ ആക്കി നോക്കണം. കടലൊക്കെ ഇല്ലെങ്കിൽ തക്കാളി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തക്കാളി എടുത്തിട്ട് ഒരു കുറച്ച് ഇപ്പം ചെറിയൊരു 3 എടുത്ത് നിങ്ങൾക്ക് ഒരു 5 6 തക്കാളി എടുത്ത് ഇങ്ങനെ രസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അതുമാത്രം മതി ചോറ് തന്നെ. സാമ്പാറെല്ലാം വെക്കുന്ന സമയത്തും പരിപ്പെല്ലാം വെക്കുന്ന സമയത്ത് ഇങ്ങനെ രസം ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആവശ്യത്തിന് എണ്ണ വയ്ക്കാം. കടുട്ട് പൊട്ടിക്കോ പൊട്ടിക്കണ്ടേ അത് എണ്ണേൻ്റെ ഇതാണ്ട് അത് ഒറ്റ ഇരുന്നില്ല. ഫോണെല്ലാം തന്നെ പോയില്ല. ഫോണിൻ്റെ കപ്പാസിറ്റിയെല്ലാം തീരുന്നത്. നമുക്ക് 4 വറ്റൽമുളക് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഗ്യാസ് നല്ല സ്പീഡായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഇനി നമുക്ക് ഇടിച്ച് വെച്ച മസാലകളെല്ലാം ഇടാം. നല്ല വെളുത്തുള്ളിൻ്റെയും ജീരകത്തിൻ്റെയും മല്ലിൻ്റെയും നല്ല മണമുണ്ട്. നിങ്ങളെ ചോറക്കുത്ത് ഇതിൻ്റെ കരി മുളകിൻ്റെയും ഇതിൻ്റെയെല്ലാം നല്ല കരി ഓർക്ക് തരൂക്ക നല്ല മല്ലി വരുന്നുണ്ട് കേട്ടേക്ക്. അത് നമുക്ക് തക്കാളി രസം എല്ലാം നല്ല ഒഴിച്ച് കൊടുക്കാം. കടലക്കേൻ്റെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, കായം ഇട്ട് കൊടുക്കുക. ഇനി ആദ്യം നമുക്ക് ഈ പുളി ആവശ്യത്തിനുള്ള പുളി ഇട്ട് പുളി തക്കാളി ഇട്ടുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിൻ്റെ എല്ലാം നല്ല മഞ്ഞൾ ആവശ്യത്തിന് മഞ്ഞളിട്ട് കൊടുത്ത് ചെറിയൊരു നമ്മളെ കറിക്കെല്ലാം ഇതാക്കുന്ന സ്പൂണിൽ ഉപ്പ് ഒന്നിട്ട് കൊടുത്ത് 1.5 ഇതൊന്ന് ഇളക്കാം. അങ്ങനെ ഇളക്കി ഒന്ന് നല്ലോണം തിളക്കാൻ നമുക്ക് മൂടി വെക്കാം. നല്ലോണം തിളക്കാനൊന്ന് മൂടി വെക്കാം. രസം തുറന്നെടുക്കാൻ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെക്കാം. കുറച്ചും കൂടി കരിയാമ്പിലിട്ട് കൊടുത്ത് നല്ല ഒന്ന്
കുക്ക് ചെയ്യാൻ നമ്മളെ ക്യാമറക്കാർക്ക് തന്നെ കൊടുക്കാം, ടേസ്റ്റ് നോക്കാൻ. എന്തായാലും രസം തന്നെ ആയിരിക്കുമല്ലോ, എന്നാലും നോക്കാൻ കൊടുക്കാം. നല്ല മണമുണ്ട്. തീർച്ചയായും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിത് വേണമെങ്കിൽ 2 ദിവസം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാമല്ലോ. ഇതന്ന് രസം നല്ല ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടമായാൽ പിന്നെ അത് കിട്ടൂല. ഫ്രിഡ്ജിൽ വെക്കാൻ അത്രയും ടേസ്റ്റാണ്. നോക്ക്, നമ്മൾ ക്യാമറക്കാരന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുളകിൻ്റെ ഇതിലിട്ടേരാം, തരുവൊക്കെ പോയി അല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല ഉണ്ടല്ലേ, സൂപ്പറാണ്. ഞാൻ നോക്കട്ടെ. നല്ല എന്നുവെച്ചാൽ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല എല്ലാത്തിനും നല്ല ഇതായിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ലേശം കായ ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ ടേസ്റ്റിനെല്ലാം ഇതാന്ന് അല്പം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി നല്ല സൂപ്പർ കായപ്പൊടിയാണ്. ഒന്നും കൂടി ഒന്ന് തിളച്ചാൽ ഓഫാക്കി വെക്കാം. നല്ല കായത്തിൻ്റെയും കൂടി മണമായി. കായം കൂടി ഇട്ട് ഇളക്കിയതല്ലേ, ഇളക്കി. എന്ത് ഭക്ഷണം നമ്മൾ ആശ്വസിച്ച് കഴിക്കണം, അങ്ങനെയാണ് വേണ്ടത് അല്ലേ? ഒരു നല്ല എന്നും പാടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല സൂപ്പറാണ്. ഗ്യാസ് ഓഫാക്കാം. അല്ലല്ലേ, ഇനിയിപ്പോൾ അല്ല, ഇനി ചോറ് തിന്നുമ്പോൾ. അങ്ങനെ രസം, കടലക്ക രസം, തക്കാളി രസം സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഒന്നാം തരം ടേസ്റ്റാണ്. നമ്മളെ സാധാരണ രസത്തിനെക്കാട്ടി സൂപ്പർ, ഒന്നാം തരം സൂപ്പറാണ്. ഇനി കള്ളക്ക ഇതില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തക്കാളി കുറച്ച് ഞാനിപ്പോൾ ഒരു കുഞ്ഞി 3 തക്കാളി എടുത്ത് ഒരു 5-6 തക്കാളി എടുത്ത് ഇതേപോലെ ആക്കി നല്ല ഒന്നാം തരം. കുട്ടി എത്ര ചോറ് തുടങ്ങും നമുക്ക് കഴിക്കാം. വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല. സൂപ്പറാണ്, ഉണ്ടാക്കി നോക്കുക. ഇത് തക്കാളി കടലക്ക രസമാണ്. കടലക്കരസം തക്കാളി ഇട്ടില്ലെങ്കിൽ കടലക്കരസം അതൊക്കെ ഇതിൻ്റെ വെള്ളം കൊണ്ടാക്കാം. ഒന്നാലും ടേസ്റ്റ് ഒരു രക്ഷയില്ല. നമുക്ക് നല്ല ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ കുറേ ആളെ ലൈവിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പാചകം ഒരുപാട് ആൾക്ക് വളരെ ഇഷ്ടമാണ്. വ്യത്യസ്തമായ പാചകമാണ്, വളരെ ഇഷ്ടം. ഇന്നും ഒരുപാട് പാചകം കാണിക്കണം, അറിയുന്നതെല്ലാം ഒന്ന് നമുക്കും ഒന്ന് ചെയ്ത് അന്നേരം നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗോഡീസ് ചാനലിൻ്റെ നമ്മളെ 2 പേരെയും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത പാചകം പിന്നെയും കാണാം. അതെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ?